മാണ്ഡവി, നീ നിന്റെ സ്വന്തം ആഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നമ്മളെപ്പോലെ രാജകുടുംബത്തിൽ പിറന്നവർ ദയ, ദാനം, പിന്നെ സത്യം, ഇതൊക്കെ ചിന്തിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഭരത, നിന്റെ ഉപദേശമൊന്നും മാണ്ഡവിക്ക് ആവശ്യമില്ല. അമ്മാവാ, നിനക്ക് വേണമെങ്കിൽ തേൻ കൊടുക്കാം. പക്ഷേ മാനിനാവശ്യം നല്ല ഇളം പുല്ലുകളാണ്. ആദ്യം അത് മനസ്സിലാക്കി വേണം ജീവിക്കാൻ. നിന്റെ ഈ സന്യാസി വേഷം വെടിഞ്ഞ് അയോധ്യയുടെ സിംഹാസനത്തെ അലങ്കരിക്കാൻ നോക്കൂ. അലങ്കരിക്കാം. അതുമൂലമുണ്ടാകുന്ന പഴിയും ഞാൻ ഏറ്റെടുക്കാം. ആത്മജ്ഞാനിയായ ജനകന്റെ വംശത്തിൽ പിറന്ന മാണ്ഡവി തന്റെ ജ്യേഷ്ഠത്തിയായ സീതാദേവിക്ക് തന്നെ ദ്രോഹം ചെയ്ത് രാജ്ഞിയുടെ സ്ഥാനം പിടിച്ചെടുത്തു എന്ന് നാളെ ഈ ലോകം മുഴുവൻ പറയില്ലേ? അതേൽക്കാൻ മാണ്ഡവി തയ്യാറാണെങ്കിൽ ഞാൻ ആ സിംഹാസനത്തിലിരിക്കാം. കുശധ്വജന്റെ പ്രിയപ്പെട്ട മകൾ തന്റെ കുലത്തിന്റെ മാനം കുഴിതൊണ്ടി പുതച്ചുവെന്ന് നാളെ ഈ ലോകം മുഴുവൻ പറയുമ്പോൾ അതേൽക്കാൻ ഇവൾ സന്നദ്ധയാണെങ്കിൽ ഞാൻ സിംഹാസനത്തിലിരിക്കാം. ധർമ്മത്തിന്റെ പര്യായമായ ദശരഥന്റെ മരുമകൾ സീതാദേവി തന്റെ ഇഷ്ടപ്രകാരം ത്യാഗശീലനായ തന്റെ ഭർത്താവിനൊപ്പം കാട്ടിലേക്ക് പോയി. സ്വാർത്ഥയല്ലാത്ത ഊർമിള കാട്ടിലേക്ക് പോയവർക്ക് സഹായത്തിനായി തന്റെ സുഖങ്ങളൊക്കെ വെടിഞ്ഞ് തന്റെ ഭർത്താവിനെ കാട്ടിലേക്ക് അയച്ചു. മാണ്ഡവിയോ രാജ്ഞി എന്ന പദവി മോഹിച്ച് സ്വന്തം ഭർത്താവായ ഭരതനെ എന്നെന്നും പഴി കേൾക്കാനായി തള്ളിവിട്ടുവെന്ന് തീർച്ചയായും ജനങ്ങൾ പറയില്ലേ? അതേറ്റെടുക്കാൻ നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ആ സിംഹാസനത്തിലിരിക്കാം. അതോടൊപ്പം പാരമ്പര്യമുള്ള കെ രാജാവിന്റെ ചെറുമകൻ ഭരതൻ തന്റെ പത്നിയുടെ വാക്കുകേട്ട് തന്റെ മുത്തശ്ശന്റെ പെരുമകൾക്ക് എന്നെന്നും നാണക്കേടുണ്ടാക്കിയെന്ന് ലോകരെല്ലാവരും പറയുമ്പോൾ ആ കുറ്റമെല്ലാം ഏറ്റെടുക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ സിംഹാസനത്തിലിരിക്കാൻ എനിക്ക് സമ്മതമാണ്. നിങ്ങൾ ഇരുവരും നന്നായി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തൂ. ഞാൻ പോയി വരാം. സീതേ, ലക്ഷ്മണ, ഇനി നമ്മൾ ഇവിടുന്ന് തെൻദിശയിൽ പോയി സ്യന്തിക എന്നുള്ള അതിർത്തി കടന്ന് ഗംഗയുടെ കരയിലേക്ക് ചെല്ലണം. അതുകൊണ്ട് നമ്മെ ഇതുവരെ കാത്തു വളർത്തിയ അയോധ്യയെയും ആ നഗരത്തിലെ ദേവതകളെയും നാം നല്ല രീതിയിൽ തിരിച്ചു വരുവാനായി ആശീർവദിക്കണേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിന്നും യാത്രയാകാം. വന്നാട്ടെ.
മൂപ്പരെ മൂപ്പരെ. എന്താണ് ശൃംഗ? എന്തിനാണ് ഇങ്ങനെ വെപ്രാളത്തിൽ ഓടി വരുന്നത്? നമ്മുടെ ഈ രാജ്യത്തെ ആക്രമിക്കാനായി ഏതെങ്കിലും മൃഗക്കൂട്ടങ്ങൾ വരുന്നുണ്ടോ? മൃഗങ്ങളല്ല വരുന്നത് മൂപ്പരെ. ഈശ്വര രൂപമുള്ള 2 സന്യാസിമാരും കൂടെ ഒരു സന്യാസിനിയും കയ്യിൽ വില്ലുമായിട്ട് നമ്മുടെ കാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ, എന്ത്? വില്ലും കൊണ്ട് സന്യാസിമാര് വരുന്നെന്നോ? അതേ മൂപ്പരെ. അവരെ കണ്ടാൽ ഋഷിപുത്രന്മാരെ പോലെ അല്ല, ഏതോ രാജകുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതെയോ? കൂട്ടുകാരെ, വരുന്നവർ വലിയ മനുഷ്യരാണ്, നമ്മുടെ അതിഥികളാണ്. അതുകൊണ്ട് നമ്മൾ ചെന്ന് അവരെ ബഹുമാനത്തോടു കൂടി വിളിച്ചുകൊണ്ടുവരാം. നമ്മുടെ അതിഥികളെ നമുക്ക് നന്നായിട്ട് വരവേൽക്കാം. മൂപ്പരെ, വരുന്നവർ ആരാണെന്ന് പോലും അങ്ങ് കണ്ടില്ല. കേട്ടുടനെ തന്നെ ഇത്രയും അങ്ങ് സന്തോഷിക്കുന്നല്ലോ. അപ്പോഴവരാരാണെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് രാവിലെ ഗംഗയുടെ കരയിൽ ഞാനൊരു ഋഷിവര്യനെ കണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ന് സന്ധ്യയ്ക്കകം ഒരു പുണ്യപുരുഷനെ ദർശിക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടാകും എന്നതാണ്. ആ പുണ്യാത്മാവ് ആരാണെന്ന് ഞാൻ ചോദിച്ച ഉടനെ ആ ഋഷി ദശരഥകുമാരൻ രാമൻ അച്ഛൻ്റെ വാക്ക് നിറവേറ്റാൻ നാടിനെ ത്യജിച്ച് ഈ വഴിയെ വരും. അപ്പോൾ നീ അദ്ദേഹത്തെ കാണുമെന്നും എന്നോട് പറഞ്ഞു. രാമൻ, ലക്ഷ്മണൻ 2 പേരും നല്ല വില്ലാളികളാണ്. സീത രാമൻ്റെ ഭാര്യയാണ്. ശൃംഗൻ വന്ന് അവരുടെ കയ്യിൽ വില്ലുകളുമായി വരുന്നു എന്ന് പറഞ്ഞ ഉടനെ എൻ്റെ ചെറുപ്രായത്തിൽ അവരുടെ അച്ഛനായ ദശരഥ ചക്രവർത്തിയോടൊപ്പം ഈ വനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ അവർ തന്നെ വീണ്ടും വരുന്നു എന്നത് ഞാൻ മനസ്സിലാക്കി. അവരാണെങ്കിൽ എല്ലാം ത്യജിച്ചാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ചെന്ന് അവരെ ദർശിച്ച് കൂട്ടിക്കൊണ്ടുവരാം. വരൂ. വരണം വരണം, ശ്രീ രാമചന്ദ്രമൂർത്തിയെ വരണം. ജനക മഹാരാജാവിൻ്റെ മകളും ദശരഥ മഹാരാജാവിൻ്റെ മരുമകളും ശ്രീരാമൻ്റെ മനം കവർന്ന നായികയുമായ സീതാദേവിയെ ഞങ്ങൾ വരവേൽക്കുന്നു. എന്നും തൻ്റെ ജീവനേക്കാളും ജ്യേഷ്ഠനെ മാത്രം സ്നേഹിക്കുന്ന ശ്രീ രാമചന്ദ്രമൂർത്തിയെ സേവിക്കാനായി തൻ്റെ ജീവിതം മാറ്റിവച്ചിരിക്കുന്ന ലക്ഷ്മണനെ ഞങ്ങൾ വരവേൽക്കുന്നു. നിങ്ങളെ എല്ലാ പേരെയും ഗംഗയുടെ കരയിലുള്ള മനോഹര ഭൂപ്രകൃതിയുള്ള സിംഗിവേലപുരത്തെ നേതാവായ കുഹനാക്കിയ ഞാനും എൻ്റെ ഈ പ്രജകളും സ്നേഹത്തോടെ വരവേൽക്കുന്നു. ഗുഹ, ഞങ്ങളിപ്പോൾ അത്... പ്രഭോ, നാട്ടിൽ സംഭവിച്ചതൊക്കെയും ഞാനും അറിഞ്ഞിരുന്നു. നിങ്ങൾ കാട്ടിലേക്ക് എന്തിനാണ് വന്നതെന്നും അറിയാം. ഒരുപാട് ദൂരം നടന്നു വന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ വളരെ ക്ഷീണിതരാണ്. വരൂ, ഞങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് വന്ന് അല്പനേരം വിശ്രമിച്ചുകൊള്ളൂ. ഇനി നടക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി സംസാരിക്കാം. വന്നാലും വലിയ ഭാഗ്യം നമുക്ക് കിട്ടാറുണ്ടോ? ദേവിയെ കാണാൻ എന്തൊരു അഴകാ. ദേവി വന്നാൽ ഞങ്ങൾ തൃപ്തരാണ്. വരൂ ദേവി, അകത്തേക്ക് വരൂ.
പ്രഭോ, ചെന്താമരം മലരെപ്പോലെ മുഖമുള്ള അങ്ങയെ അന്നും ഞാൻ കണ്ടിരുന്നു, ഇന്നും ഇതാ കാണുന്നു. യുവരാജാവ് ഇരുന്നപ്പോഴുള്ള അതേ മുഖകാന്തി. അങ്ങയ്ക്കിപ്പോൾ രാജ്യമില്ല. കാട് നോക്കി പോകണമെന്ന് അയച്ചതിന് ശേഷവും ആ ചെന്താമര വീണ്ടും വിടർന്നതുപോലെ തന്നെ കാണുന്നുവല്ലോ. നിങ്ങളെ ഇങ്ങനെ വിട്ടുപിരിയാനായി ആ ദശരഥ മഹാരാജാവിന് എങ്ങനെയാണാവോ മനസ്സ് വന്നത്? വേട്ടൂരാജൻ, ഇത് വിധിയുടെ വിളയാട്ടമാണ്. ഇനി എത്ര വലിയ ആളായിരുന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. പ്രഭോ, വലിയ കാറ്റടിക്കുമ്പോൾ പുളിമരങ്ങൾ പോലും ഒടിഞ്ഞു വീഴും. എന്നാൽ മുളകളോ വളഞ്ഞുകൊടുത്ത് രക്ഷപ്പെടും. അതുപോലെ നമ്മളും വിധിക്ക് വളഞ്ഞുകൊടുത്ത് നമ്മുടെ അന്തസ്സിനെ നമ്മൾ തന്നെ രക്ഷിച്ചെടുക്കണം. വേട്ടുവ കുലരാജ, താങ്കൾ എന്താണ് പറയുന്നത്? ശ്രീ രാമചന്ദ്രമൂർത്തി, താങ്കൾ വിധിക്ക് കീഴടങ്ങി വനത്തിലേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇനിയും ഈ കൊടിയ കാനനത്തിൽ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഗംഗയുടെ കരയിലുള്ള ഈ കാടും ഈ ശൃംഗിവേരപുരവും എനിക്ക് സ്വന്തമായുള്ളതാണ്. ഈ ക്ഷണം തന്നെ എല്ലാം ഞാൻ അങ്ങയ്ക്ക് അർപ്പിക്കുകയാണ്. ഞാനും എൻ്റെ കുടികളും അങ്ങയുടെ അടിമകളായിട്ട് ഇവിടെ ജീവിച്ചുകൊള്ളാം. കൂട്ടുകാരാ, ഇവിടെ കുളിക്കാനായി ഗംഗയുണ്ട്, തപസ് ചെയ്യാൻ കാടുണ്ട്, കായ്, പഴങ്ങൾ, കിഴങ്ങുകൾ തുടങ്ങി രുചിയുള്ള ആഹാരങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. പക്ഷികൾ പാട്ടുപാടി നമ്മളെ സന്തോഷിപ്പിക്കും. മയിലുകൾ നടനമാടി നമ്മളെ ആനന്ദിപ്പിക്കും. പുലികളും കരടികളും മാനുകളും മറ്റു മൃഗങ്ങളുമൊക്കെ തങ്ങളെ കണ്ടുകഴിഞ്ഞാൽ സൗഹൃദത്തോടെ ഇടപഴകും. ആയതിനാൽ എൻ്റെ ഈ ആഗ്രഹം അങ്ങ് നിരസിക്കാതെ സമ്മതിക്കണം പ്രഭോ. ഗുഹ, നിന്റെ ആഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചു തരാൻ കഴിയുകയില്ല. അതെന്തെന്നാൽ ഞാൻ ഈ വനത്തിൽ 14 വർഷങ്ങൾ കഠിന തപസ് അനുഷ്ഠിക്കാനായി വ്രതമെടുത്തവനാണ്. അങ്ങനെയുള്ളപ്പോൾ സുഖസൗകര്യങ്ങൾ നിറഞ്ഞ ഈ ശൃംഗിവേരിപുരത്തിൽ തങ്ങിയാൽ എന്നെക്കൊണ്ട് വ്രതമനുഷ്ഠിക്കാൻ കഴിയുകയില്ല. അതിനാൽ ഞങ്ങൾ ഇവിടെ നിന്നും പുറപ്പെടുന്നതായിരിക്കും നല്ലത്. അല്ല പ്രഭോ. ഗുഹനെ, ഗംഗയുടെ കരയിൽ വാഴുന്ന നീ ആ ഗംഗയിലെ ജലം പോലെ പവിത്രമായ സ്നേഹത്തോടെ ഇടപഴകുന്നുണ്ടല്ലോ. ഇതൊന്നു മതി പുണ്യങ്ങൾക്കെല്ലാം മേലെയാവാൻ. എങ്കിൽ ശരി, ഇന്ന് രാത്രി ഞങ്ങളിവിടെ തങ്ങുവാനായി ഏർപ്പാടുകൾ ചെയ്തുകൊള്ളൂ. പ്രഭോ, ഇവിടെയുള്ളൊരു കുടിലിനെ വൃത്തിയാക്കി നല്ല കമ്പളങ്ങൾ വിരിച്ച്. ഒന്ന് നിൽക്കൂ. ഞാനിപ്പോൾ അയോധ്യയുടെ രാജകുമാരനല്ല, തപസ്വിയാണ്. അതുകൊണ്ട് മരത്തിന്റെ കീഴിൽ ഉറങ്ങുന്നതാണ് ഉത്തമം. അനുജ, ലക്ഷ്മണ, അങ്ങയുടെ ആഗ്രഹം അതുപോലെ ഞാൻ ചെയ്യാം. ലക്ഷ്മണ, അങ്ങയ്ക്ക് വിശ്രമിക്കാൻ. ഗുഹ, ഞാൻ എൻ്റെ ജ്യേഷ്ഠന് കാവലായിട്ട് വന്നതാണ്. കാവൽക്കാരൻ ഉറങ്ങിയാൽ അവൻ്റെ കടമ ഇല്ലാതായി പോവും. അതുകൊണ്ട് ജ്യേഷ്ഠൻ മാത്രം ഉറങ്ങിക്കോട്ടെ. ഞാൻ ഉറങ്ങാതെ ജ്യേഷ്ഠൻ കാവലിരിക്കാം. ആഹാ, അങ്ങാണ് ഉത്തമനായ അനുജൻ. അങ്ങയോടൊപ്പം ചേർന്ന് ആ ദൈവിക പുരുഷന് ഞങ്ങളും കാവലിരിക്കാം. ആയിക്കോട്ടെ.
നമസ്കാരം പ്രഭു. സ്നേഹനിധിയായ ഗുഹ, നീയും നിന്റെ പ്രജകളും എന്നോട് കാണിച്ച ഈ സ്നേഹം ഇന്നലെ രാത്രി മുതൽ ഇന്ന് കാലത്തുവരെ ഞങ്ങൾ 3 പേരും അയോധ്യയിലിരിക്കുന്നത് പോലെ ആനന്ദമായിരുന്നു. ഇനി ഞങ്ങൾ ഗംഗയെ മറികടന്ന് അക്കരയ്ക്ക് പോകേണ്ടിയിരിക്കുന്നു. നദി കടക്കുവാനായി ഒരു വള്ളം ഏർപ്പാടാക്കാമോ? പ്രഭു, എൻ്റെ എല്ലാം തന്നെ അങ്ങയ്ക്കുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ അങ്ങ് എന്നോട് ഇങ്ങനെ ചോദിക്കാമോ? ഇതാ, ഇപ്പോൾ തന്നെ ഞാൻ വള്ളത്തെ ഏർപ്പാട് ചെയ്യാം. ശൃംഗ, മൂപ്പരെ, നമ്മുടെ പ്രഭുവിന് അക്കരയ്ക്ക് പോകാൻ വേഗം വള്ളം ഏർപ്പാട് ചെയ്യൂ. ഉത്തരവ്. സ്നേഹിത, എങ്കിൽ പുറപ്പെടാം. അങ്ങനെയാകട്ടെ, വന്നോളൂ. കരയരുത്, കരയരുത്. സീത, പുറപ്പെടുകയല്ലേ?